നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഒടുവിൽ നിർണായക രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരിക്കുന്നു SFIO അന്വേഷണം നടത്തിയിരുന്നു. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134ഓളം രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരിക്കുന്നത്. ഇത് വിട്ടുകിട്ടാൻ ഒരുപാട് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ഒടുവിൽ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ നിർണായകമായ 134 രേഖകൾ ഇഡിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി വീണ ടിയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നത് വ്യക്തം. നേരത്തെ കോടതി ഉത്തരവായിരുന്നുവെങ്കിലും SFIOയിൽ നിന്നും അത് കിട്ടാൻ താമസം നേരിട്ടിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തോടെ ഇഡിക്ക് ആ നിർണായക രേഖകൾ കിട്ടിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ മകൾ വീണയെ രണ്ടാമത് ചോദ്യം ചെയ്യുന്നതും ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. 134 രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും കുറ്റപത്രം മാത്രമാണ് നേരത്തെ ലഭ്യമാക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ മൊത്തത്തിൽ അത് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി എന്താണ് ഇതിൽ നിന്ന് പരിശോധിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ, അതനുസരിച്ചുള്ള അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത ഒരു ആകാംക്ഷയായിട്ട് ഉയരുന്നത്. അതേസമയം കേസിനോടനുബന്ധിച്ച് വീണ ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിച്ചെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് സൂചന. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതുപോലെ തിരുവനന്തപുരം ആയുർവേദ കോളേജിനടുത്തുള്ള HDFC ബാങ്കിനടുത്ത് വീണയുടെ ലോക്കറുണ്ട്. ആ ലോക്കർ തുറന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അതിൽ മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് സൂചന. റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 18 കോടിയോളം രൂപ താൽക്കാലികമായി കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കും ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. മാത്രമല്ല വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 29-ാം തീയതിയാണ് ചോദ്യം ചെയ്യൽ നടക്കുക. വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക്, അതായത് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇഡിക്ക് മുന്നിലേക്ക് വീണ എത്തുന്നത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ചോദ്യം, അതിനുശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട്. 2016 മുതൽ 2020, 2021 വരെയുള്ള കാലയളവിൽ 2 കോടി രൂപ വീണയ്ക്കും കമ്പനിക്കുമായി കരിമണൽ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾ എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജി കമ്പനി CMRI പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തില്ലെന്നാണ് കമ്പനിയിൽ ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. കൊച്ചിയിലെ കമ്പനികാരി കോടതിയാണ് ഇഡിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് രേഖകൾ വിട്ടു നൽകാൻ ഉത്തരവിട്ടത്. രേഖകൾ കൈമാറുന്നതിനെതിരെ CMRL കോടതിയിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചെങ്കിലും കോടതി തടസ്സവാദങ്ങളെല്ലാം തള്ളി. ഉത്തരവ് വന്നിട്ടും രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കിട്ടാൻ വൈകിയത് ED അന്വേഷണത്തെ നേരിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. എന്നാൽ ഇപ്പോൾ രേഖകൾ പൂർണ്ണമായി ലഭ്യമായത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള നേട്ടമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ മാസം 29-ന് വീണയെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി ED വിളിച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ രേഖകൾ കിട്ടിയതും ഏറ്റവും നിർണായകമായി മാറുകയാണ്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴികളിൽ പല പൊരുത്തക്കേടുകളും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിൽ ഒരു വ്യക്തത കൂടി വരുത്തുകയായിരിക്കും അടുത്ത ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിടുന്നത്. SFIOയിൽ നിന്ന് പുതുതായി കിട്ടിയ ഡിജിറ്റൽ തെളിവുകളും രേഖകളും മുന്നിൽ വെച്ചാകും തിങ്കളാഴ്ച ED വീണയെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാജരാകുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജൂൺ 17-ന് നടത്തിയ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയാണ് ഈ മാസം 29-ലെ ചോദ്യം ചെയ്യലെന്നാണ് ED ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ആദ്യ ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നാണ് EDയോട് വീണ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 29-ലെ ചോദ്യം ചെയ്യൽ നടക്കുക. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ED പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന് പരിശോധന നടത്തി. വീണയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കർത്ത കുടുംബത്തെയും ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു തുടർ നടപടികൾ. കരിമണൽ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ സുപ്രധാന വിവരങ്ങളുള്ള തെളിവുകളെല്ലാം വെച്ചുള്ള ചോദ്യം ചെയ്യൽ വീണയ്ക്ക് നിർണായകമാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ED കടക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അന്വേഷണ പുരോഗതി ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് വിലയിരുത്തുന്നതിനാൽ ഡയറക്ടറേറ്റിന്റെ തീരുമാനങ്ങളും നിർണായകമാകും. 2024-ൽ തുടങ്ങിയ അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടും ഇല്ല. അതേസമയം മാസപ്പടി കേസിൽ CMRLന്റെ സാമ്പത്തിക വിഭാഗം മേധാവി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ചീഫ് ഫിനാൻസ് ഓഫീസറായ സുരേഷ് കുമാറിനെയാണ് ചോദ്യം ചെയ്തത്. തിങ്കളാഴ്ച കൊച്ചിയിലെ ED ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആൾ എന്ന നിലയിലാണ് സുരേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ CMRLന്റെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, CMRL ഡയറക്ടറും എംപവർ ഇന്ത്യ ഡയറക്ടറുമായ ജയ കർത്ത എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു.
വീണാച്ചിയുടെ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് എന്ത് സേവനത്തിനാണ് പണം നൽകിയത്? ഈ സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ശരണിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയത്. CMRന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നാണ് വീണയ്ക്ക് 50 ലക്ഷം ലോണായി നൽകിയത്. ഇതിന്റെ ഡയറക്ടറായ ജയയിൽ നിന്ന് ലോൺ നൽകിയ പശ്ചാത്തലം, തിരിച്ചടവ് വിവരങ്ങൾ എന്നിവയാണ് തേടിയത്. നേരത്തെ വീണയെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ മണിക്കൂറുകളോളമാണ് വീണയുടെ ചോദ്യം ചെയ്യൽ നടന്നത്. നിർണായകമായ പല വിവരങ്ങളും വീണയിൽ നിന്ന് ആരായാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിച്ചു. പക്ഷേ തനിക്ക് മനസ്സറിവുള്ള കാര്യങ്ങളല്ല ഇതൊന്നും എന്നായിരുന്നു വീണയുടെ മറുപടി. 9 മണിക്കൂറോളമാണ് വീണയുടെ ചോദ്യം ചെയ്യൽ നീണ്ടത്. പുറത്തിറങ്ങിയ വീണ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണയെ ഇനി വിളിപ്പിച്ചേക്കുമെന്ന ഒരു ഊഹം നിൽക്കവെയാണ് 29-ാം തീയതി ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 12-ന് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകൽ നീട്ടിയത്. പിന്നാലെ ED രണ്ടാമത്തെ സമൻസ് അയക്കുകയായിരുന്നു. എന്നാൽ ആ സമൻസ് അനുസരിച്ച് വീണ എത്തുകയും മാത്രമല്ല ചോദ്യം ചെയ്യൽ വിധേയയാകുകയും ചെയ്തു. ശക്തമായ സുരക്ഷയായിരുന്നു ED ഓഫീസിൽ ഒരുക്കിയിരുന്നത്. അതേസമയം മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി നേരത്തെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. EDയുടെ ചോദ്യം ചെയ്യൽ പിണറായി വിജയനിലേക്ക് എത്തും, കാരണം വീണയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രതികരണം. കേസിൽ കൃത്യമായ തെളിവ് EDയുടെ കയ്യിലുണ്ട്, അതും ഡിജിറ്റൽ തെളിവുകളാണുള്ളത്. വളരെ ശക്തമായ മൊഴികളും EDയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടിയാണെന്നും പിണറായി വിജയൻ കൊടുത്ത കൈക്കൂലിയാണെന്നും അറിയാത്തവർ ആരുമില്ലെന്നും, മണി ലോണ്ടറിംഗ് പ്രകാരം ആ കമ്പനിയിൽ നിന്നും 200 കോടി രൂപ തിരിമറി നടത്തിയിട്ടുണ്ടെന്നും അത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആർക്കൊക്കെ പോയിട്ടുണ്ടെന്ന് കണ്ടെത്തി അവർക്കെല്ലാം നോട്ടീസ് പോകും. കേരള രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് നല്ല മുഖങ്ങൾ, ആരൊക്കെയാണ് നമ്മുടെ നാടിനെ വിറ്റതെന്ന് നമുക്കറിയാമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. CMRൽ നിന്നും പാർട്ടി ഫണ്ട് വാങ്ങിയ നേതാക്കൾ കണക്ക് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണിച്ചിട്ടില്ല. അതൊക്കെ ഉടൻ പുറത്തു വരും. വീണയുടെ കമ്പനി എന്തിനു വേണ്ടി ആണ് പണം നൽകിയതെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. CBI വന്നാൽ മാത്രമേ വസ്തുത പുറത്തു വരികയുള്ളൂ എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.